Hello dear students, welcome back. Universal Institute Kottakkal, next academic year onwards, exclusive online NEET JEE batches തുടങ്ങുന്ന വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. അതിലെ നീറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതിന്റെ അക്കാദമിക് പ്ലാൻ, ഡ്യൂറേഷൻ, കോഴ്സ് സ്ട്രക്ചർ പോലുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത്. എക്സ്ക്ലൂസീവ് ഓൺലൈൻ നീറ്റ് പ്രോഗ്രാം ഫ്രം യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ. നമുക്ക് നോക്കാം. നീറ്റ് എക്സാം എന്ന് പറയുന്നത് ലാസ്റ്റ് ഇയർ 2023 20 lakhs കൂടുതൽ ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു. ഏതാണ്ട് അത്ര തന്നെ കുട്ടികൾ അപ്പിയർ ചെയ്ത എക്സാം ആണ് നീറ്റ് 2023. സോ എന്താണ് ഒരു എൻട്രൻസ് എക്സാം, എന്താണ് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം? ഇന്ത്യയിലെ മേ ബി UPSCയുടെ സിവിൽ സർവീസ് എക്സാം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് വരുന്ന, ഏറ്റവും കൂടുതൽ അപ്പിയറൻസ് വരുന്ന എക്സാം മേ ബി നീറ്റ് ആയിരിക്കും. JEE അറൌണ്ട് 9 to 10 lakhs ഒക്കെയാണ് ഉണ്ടാവാറുള്ളത്. ഈ വർഷത്തെ ഫസ്റ്റ് സെഷൻ അറൌണ്ട് 12 lakh സ്റ്റുഡൻസ് JEE അപ്പിയർ ചെയ്തിട്ടുണ്ട്. Still, NEET എന്ന് പറയുന്നത് it's one of the largest exams in India and all over the world. Now, എന്താണ് NEET എക്സാം? അല്ലെങ്കിൽ നീറ്റ് പോലൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഒരു എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് an എലിമിനേഷൻ എക്സാം. അതായത് സീറ്റുകളുടെ എണ്ണവും അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണവും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ കോമൺ ആയി നടത്തുന്ന ഒരു ടെസ്റ്റ് ആണ്. എല്ലാവരെയും ഒരേ സ്കെയിൽ വെച്ച് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് ഒരു എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് കണ്ടല്ലോ, 20 ലക്ഷത്തിലധികം കുട്ടികൾ കഴിഞ്ഞ വർഷം എക്സാം എഴുതി. അവിടെ എത്ര സീറ്റുകൾ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടോട്ടൽ സീറ്റുകൾ നീറ്റിന്റെ അണ്ടറിൽ ഒരുപാട് കോഴ്സുകൾ വരുന്നുണ്ട്. മെഡിക്കൽ കോളേജസിലും ഡെന്റൽ കോളേജസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ആയുർവേദ, ഹോമിയോ പോലുള്ള, യുനാനി സിദ്ധ പോലുള്ള കോഴ്സുകളും അതിനകത്ത് ഉണ്ടായിരുന്നു. സോ ആ കോഴ്സുകളുടെ എല്ലാം കൂടെ സീറ്റുകൾ, അതുപോലെ തന്നെ മറ്റു ഒരുപാട് കോഴ്സുകൾ അതിന്റെ അണ്ടറിൽ വരുന്നുണ്ടെങ്കിലും എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ സീറ്റ്സ് ആർ അറൌണ്ട് 1 lakh. 20 lakhs 1 lakh സ്റ്റുഡൻസിന് മാത്രമാണ് ഏതെങ്കിലും ഒരു കോഴ്സിന് സീറ്റ് ലഭിക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം വെറും 5% ആണ് സക്സസ് റേറ്റ്. അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു കോഴ്സിനെങ്കിലും ജോയിൻ ചെയ്യാൻ സാധിക്കുന്നവർ. അത് തന്നെയാണ് ഒരു എൻട്രൻസ് എക്സാമിന്റെ കാരണം. ഒരു എൻട്രൻസ് എക്സാം എന്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നു, നീറ്റ് JEE പോലുള്ള എൻട്രൻസ് എക്സാമുകൾ എന്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നതിന്റെ കാരണവും ഈ പറയുന്ന അപ്ലൈ ചെയ്യുന്ന ആളുകളും അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകളുടെ എണ്ണവും തമ്മിലുള്ള വലിയ ഡിഫറൻസ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്? നൗ, എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എക്സാം നടത്തുന്നത് എന്നതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് സിലബസിന്റെ ഏത് ഭാഗത്തൊന്നും ചോദിക്കാം. ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റേറ്റ് സിലബസിൽ, സ്റ്റേറ്റ് ബോർഡ് എക്സാമിന്റെ ഒക്കെ കേസിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സിന് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കാമെങ്കിൽ എൻട്രൻസ് എക്സാമിൽ അങ്ങനെ ഒരു ഇമ്പോർട്ടന്റ് അല്ലാത്ത പോയിന്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ആയതുകൊണ്ട് സിലബസിന്റെ ഏത് ഭാഗത്ത് നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. സോ വി നീഡ് സബ്ജക്ട് നോളജ്. രണ്ടാമത്തെ കാര്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 4 ഓപ്ഷൻസ് ഉണ്ടാകുന്ന ചില സിറ്റുവേഷൻസിലെങ്കിലും ഒരു ഹെൽപ്പ് ആണ്. എങ്കിലും ഈ പറയുന്ന 4 ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്, ഫോർ എക്സാമ്പിൾ നീറ്റിന്റെ കേസിൽ 200 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം. അതിനെടുക്കുന്ന സമയം 3 hours 20 minutes ആണ്. സോ 1 minute ഫോർ എ ക്വസ്റ്റ്യൻ. ആ രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്തുള്ള പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. നമ്പർ 2, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നതാണ്. മൂന്നാമത്തെ കാര്യം, നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, നല്ല ഡെപ്ത് സബ്ജക്ട് നോളജ് ഉണ്ട്, അതുപോലെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും മൂന്നാമതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറും കൂടെ അവിടെ ഉണ്ട്. ദാറ്റ് ഈസ് ദ എക്സാം പ്രാക്ടീസ്. അതായത് നമ്മൾ +1 +2 പഠിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്ട് 2 വർഷത്തെ മുഴുവൻ കാര്യങ്ങൾ 3 മണിക്കൂർ 20 മിനിറ്റ് 200 ക്വസ്റ്റ്യൻസിന്റെ ആ ടൈം ബൗണ്ടിനകത്ത് നിന്നുകൊണ്ട് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മളൊരു ആദ്യമായിട്ട് എക്സാം എഴുതുന്ന ആ ഒരു ടൈപ്പ് എക്സാം എഴുതുന്ന ആളായിക്കൂടാ. അഥവാ വി നീഡ് എ ലോട്ട് ഓഫ് പ്രാക്ടീസ് ഇൻ റൈറ്റിംഗ് ദോസ് കൈൻഡ് ഓഫ് എക്സാം. ഓക്കെ, മൂന്നാമത്തെ കാര്യം എക്സാം എഴുതിയുള്ള പ്രാക്ടീസ്, ടൈം മാനേജ്മെന്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ആക്ച്വലി ഈ സംഭവമാണ്. 3 മണിക്കൂർ 20 മിനിറ്റിന് നമ്മൾ എങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. ഇത് നമുക്കൊരു പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എക്സാമുകൾ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ഒരുപാട് എഴുതി പ്രാക്ടീസ് ചെയ്ത് എടുക്കേണ്ടതാണ്. എഫിഷ്യന്റ് ആയിട്ട് ഈ 3 മണിക്കൂർ 20 മിനിറ്റ് സമയം എങ്ങനെ ഉപയോഗപ്പെടുത്താം? ഈ 3 കാര്യങ്ങളെ, സബ്ജക്ട് നോളജ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് എക്സാം പ്രാക്ടീസ്, ഈ 3 കാര്യങ്ങളെ മുൻനിർത്തിയുള്ള ഒരു പ്രോഗ്രാമാണ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്കായി ഓഫർ ചെയ്യുന്നത്, അഥവാ യൂണിവേഴ്സൽ നീറ്റ് ഓൺലൈൻ പ്രോഗ്രാം. നമുക്ക് അതിലേക്ക് കടക്കാം. ഈ 3 പോയിന്റുകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. യൂണിവേഴ്സൽ ഓൺലൈൻ നീറ്റ് പ്രോഗ്രാമില് സബ്ജക്ട് നോളജിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സ് ഇവിടെ ഉണ്ട്. 23 years എക്സ്പീരിയൻസ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനത്തിനും അവിടെയുള്ള പല ഫാക്കൽറ്റികളും ദേ ഹാവ് എക്സ്പീരിയൻസ് മോർ ദാൻ ഫോർ 3 decades, 3 പതിറ്റാണ്ടുകളുടെ 30 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റി ഇവിടെ അവൈലബിൾ ആണ്. അവരാണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത, ഇത് റെക്കോർഡഡ് ക്ലാസ്സുകൾ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെഷൻസ് അല്ല, അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സുകളാണ് മെയിൻ. റെക്കോർഡഡ് ക്ലാസ്സുകൾ നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുണ്ടാകും. ആൻഡ് ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഫ്രം ദീസ് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി മെമ്പേഴ്സ്. ദെൻ പ്രാക്ടീസ് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് വേണം. അതാണ് രണ്ടാമത്തെ സെറ്റ്.
രണ്ടാമത്തെ ആവശ്യം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ഇവിടുത്തെ ഫാക്കൽറ്റി എവിടെന്നെങ്കിലും വാങ്ങിക്കുന്നതല്ല. ഇവിടുത്തെ ഫാക്കൽറ്റി മെമ്പേഴ്സ് ഇരുന്ന് ആലോചിച്ച് ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള, അതായത് ആവശ്യമില്ലാത്തത് ഒഴിവാക്കി സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. കൂടാതെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ക്വസ്റ്റ്യൻ ബാങ്ക് അവൈലബിൾ ആയിരിക്കും. ദെൻ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസ് ഉണ്ടാകും. ഈ ഫാക്കൽറ്റി മെമ്പേഴ്സ് തന്നെയാണ് അത് ഹാൻഡിൽ ചെയ്യുക. ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് പ്രൊവൈഡ് ചെയ്യും. സോ ഈ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതിന്റെ കൂടെ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക എന്നത് ഇതിന്റെ കൂടെ തന്നെ വന്നുകൊണ്ടിരിക്കേണ്ടതാണ്. മൂന്നാമത് എക്സാം പ്രാക്ടീസ്. എക്സാമിന്റെ പ്രാക്ടീസുകൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഫുൾ മോഡൽ ടെസ്റ്റ് എഴുതാൻ നമ്മൾ തയ്യാറാവണമെന്നില്ല. അപ്പൊ നമ്മൾ ആദ്യം ചെറിയ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ ആ ചാപ്റ്ററിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്ന യൂണിറ്റ് ടെസ്റ്റ്, അതിനുശേഷം 3-4 ചാപ്റ്ററുകൾ കമ്പൈൻ ചെയ്തിട്ടുള്ള ഡിഫറെന്റ് സബ്ജക്റ്റുകൾ കമ്പൈൻ ചെയ്തിട്ടുള്ള പാർട്ട് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ ഫുൾ മോഡൽ ടെസ്റ്റുകൾ, അതുപോലെ തന്നെ ഫൈനലി നമ്മൾ നീറ്റ് എക്സാമിനോട് അടുക്കുന്ന സമയത്ത് ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ്, ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും എഴുതുന്ന കുട്ടികൾ എഴുതുന്ന എക്സാം ആണ്. അത് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന +1 +2 റിപ്പീറ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളും എഴുതുന്നുണ്ട്. അവരുടെ ഒക്കെ കൂടെ തന്നെ കോമൺ ആയിട്ട് എല്ലാവരും ഒരു ടെസ്റ്റ് പേപ്പർ എഴുതുന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം സ്കോർ ചെയ്യുന്നു, നിങ്ങൾ ഏത് നിലവാരത്തിൽ എത്തി നിൽക്കുന്നു ഒക്കെ മനസ്സിലാക്കാനും കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, സബ്ജക്ട് നോളജ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, എക്സാം പ്രാക്ടീസ്, ഇത് മുൻനിർത്തിയാണ് നമ്മൾ ഈ കോഴ്സ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ഡ്യൂറേഷൻ നമ്മൾ ഇത് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു? കറന്റ് 10th പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 11th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ്, അഥവാ 10th എക്സാം കഴിയുന്ന ആ സമയം മുതൽ, അഥവാ April 1st ഓൺവേർഡ്സ് നമ്മൾ ഫ്രീ ആയിട്ടുള്ള ബ്രിഡ്ജ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യും. ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മേ ബി ഓൾറെഡി അറിയുന്നുണ്ടാകും. 10th സ്റ്റാൻഡേർഡിലെ സിലബസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 11th സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു ഡിഫറൻസ് ഉണ്ട് സബ്ജക്റ്റിന്റെ എമൗണ്ടിൽ. ഓക്കെ, അത് കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ തുടക്കത്തിൽ അത് എത്രത്തോളം എളുപ്പമാക്കാൻ പറ്റും അതിനു വേണ്ടി നമ്മൾ മാത്തമാറ്റിക്സിലും ഫിസിക്സിലും ഒക്കെയാണ് കൂടുതലും ഈ ബ്രിഡ്ജ് അത്യാവശ്യമായി വരാറുള്ളത്. അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആ ഏപ്രിലോട് മുതൽ നമ്മൾ +1 ടോപ്പിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഡിസംബർ വരെ +1 ടോപ്പിക്സ്. അതിനുശേഷം +1ന്റെ ബോർഡ് എക്സാമും മറ്റു കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ഇയർ ഏപ്രിൽ ഓൺവേർഡ്സ് +2 ടോപ്പിക്സ് സ്റ്റാർട്ട് ചെയ്യും. ഡിസംബർ വരെ വീണ്ടും +2 ടോപ്പിക്സ്. അതിനുശേഷം ജനുവരി മുതൽ മെയ് 2026 നീറ്റ് എക്സാം വരെ നിങ്ങൾക്ക് ഈ റിവിഷനും മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. ഇതിന്റെ മുന്നേ മോക്ക് ടെസ്റ്റുകൾ ഇല്ലെന്നല്ല, മോക്ക് ടെസ്റ്റുകൾ അതിന്റെ പടിപടിയായിട്ട് വരുമെങ്കിലും അവസാനത്തേക്ക് നമ്മൾ റിഗറസ് ആയിട്ടുള്ള ഒരു 2-3 ഡേയ്സ് ഗ്യാപ്പിന് ഫുൾ ചാപ്റ്റേഴ്സിന്റെ മോക്ക് ടെസ്റ്റുകളാണ് എഴുതുക. ഓക്കെ, ഇങ്ങനെ എഴുതിയാണ് നമ്മൾ ഈ പറയുന്ന ടൈം മാനേജ്മെന്റും സ്കില്ലുകളൊക്കെ അക്വയർ ചെയ്തെടുക്കുന്നത്. എക്സാമിന്റെ സമയത്ത് ഈ ടൈം എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്കില്ലാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കില്ലാണ്. പല സ്റ്റുഡൻസ് ഉണ്ടാവാറുണ്ട്, നല്ല അടിപൊളിയായിട്ട് സബ്ജക്ട് പഠിച്ചിട്ടുള്ള ആൾക്കാർ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ഉള്ള ആളുകൾ, ബട്ട് എക്സാം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് അറിയാത്തതിന്റെ പേരിൽ മാത്രം ചിലപ്പോൾ മാർക്ക് കുറച്ച് കുറഞ്ഞു പോയി വരാറുണ്ട്. അങ്ങനെയുള്ള അവസ്ഥകൾ ഇല്ലാതിരിക്കാൻ നമ്മൾ ഒരുപാട് എക്സാമുകൾ എഴുതേണ്ടതുണ്ട്. മൂവിംഗ് ഓൺ. അക്കാഡമിക് പ്ലാൻ, കോഴ്സിന്റെ സ്ട്രക്ചർ, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ കാണുന്ന കോഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? മെയിൻ ആയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം ലൈവ് സെഷൻസ് ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇതേ ഫാക്കൽറ്റി മെമ്പേഴ്സിന്റെ റെക്കോർഡഡ് വീഡിയോസും അവൈലബിൾ ആയിരിക്കും. ഒരു ലൈവ് സെഷൻ എന്ന് പറയുന്നത് 1.5 hour മുതൽ 2 hour വരുന്ന സെഷൻസ് ആവും. ചില ദിവസങ്ങളിൽ 1.5 മണിക്കൂർ സെഷൻസ് ആയിരിക്കും, ചില ദിവസങ്ങളിൽ അത് 2 മണിക്കൂർ സെഷൻസ് ആവാം. ഇനി ഏതൊക്കെ ദിവസങ്ങളിൽ ക്ലാസ് ഉണ്ടാകും? നിങ്ങൾ +1 +2 ഒക്കെ സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി വീക്ക് ഡേയ്സിൽ നിങ്ങൾ സ്കൂളിൽ ക്ലാസ് ഉള്ള ദിവസം ഒരു സെഷൻ, ലൈവ് സെഷൻ ഈവനിങ്സിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതല്ലാത്ത വീക്കെൻഡുകളും ഹോളിഡേയ്സും അതുപോലെ തന്നെ സമ്മർ വെക്കേഷൻ, അതുപോലെ തന്നെ ഓണം വെക്കേഷൻ പോലുള്ള സമയങ്ങളിലൊക്കെ 2-3 സെഷൻസ് നമ്മൾ ടോപ്പിക് കവർ ചെയ്യുന്നതിനനുസരിച്ച് 2 അല്ലെങ്കിൽ 3 സെഷൻസ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ടോട്ടൽ 750 hours ഓഫ് ക്ലാസ്സുകളാണ്. അതിൽ ഓരോ സബ്ജക്റ്റിനും 150 hours തിയറി ടോപ്പിക്സിന് വേണ്ടിയിട്ടും ടോട്ടൽ ഒരു 150 hours ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസ് ആയിട്ടും ഒക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ കൂടെ വീക്ക്ലി യൂണിറ്റ് ടെസ്റ്റുകളും അതുപോലെ മന്ത്ലി ഈ ഫുൾ മോഡൽ ടെസ്റ്റുകൾ, അതായത് യൂണിറ്റ് ടെസ്റ്റുകൾ മേ ബി 60 ക്വസ്റ്റ്യൻസിന്റെയോ അല്ലെങ്കിൽ 100 ക്വസ്റ്റ്യൻസിന്റെയോ ഒക്കെ ആയിരിക്കാം യൂണിറ്റ് ടെസ്റ്റുകൾ വരുന്നത്. അതേസമയം ഒരു മന്തിൽ ഫുൾ മോഡൽ ടെസ്റ്റ്, ഒരു 200 ക്വസ്റ്റ്യൻസിന്റെ ആക്ച്വൽ നീറ്റ് മോഡലുള്ള ഒരു എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. ഇതെല്ലാം കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സി ഡെയിലി ലൈവ് ക്ലാസ്സസ് ബൈ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി. വീക്ക്ലി ആൻഡ് മന്ത്ലി ടെസ്റ്റുകൾ ഉണ്ടാകും. പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യും ഫോളോയിങ് ദ ലേറ്റസ്റ്റ് സിലബസ്. നീറ്റിന്റെ സിലബസിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് ഫോളോ ചെയ്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലാണ് പ്രൊവൈഡ് ചെയ്യുക. ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ലൈവ് ആയിട്ട് തന്നെ ഉണ്ടാകും. അതുപോലെ ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ് എക്സാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിന്റെ കൂടെയും അത് കൂടാതെ പുറത്തുനിന്നൊക്കെ ഉള്ള സ്റ്റുഡൻസിന്റെ കൂടെ നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാവുന്നതാണ്. 1-on-1 മെന്റർഷിപ്പ്. നിങ്ങൾ ഓൺലൈൻ എക്സാം അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു 1 person അല്ലെങ്കിൽ 2 person ഫാക്കൽറ്റി മെമ്പേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നത് കൂടാതെ അവരുടെ എല്ലാ ഡൗട്ടുകളുടെയും എല്ലാ ആങ്സൈറ്റിയും എല്ലാ കാര്യങ്ങളും പറയാനും
നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് കണക്ട് ചെയ്യാനും പറ്റുന്ന ഒരു മെമ്പർ, ഒരു മെന്റർ ആയിട്ടുള്ള ഒരാള് നിങ്ങൾക്ക് ഉണ്ടാകും തീർച്ചയായും. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഫ്രീ ആയിട്ടുള്ള ബ്രിഡ്ജ് കോഴ്സും ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യും. ഇതാണ് യൂണിവേഴ്സിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഈ കാണുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ സ്റ്റഡി പ്രോഗ്രാം. നൗ ഈ കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ഫ്രീ ബ്രിഡ്ജ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്, നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തും ആയിക്കൊള്ളട്ടെ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബെസ്റ്റ് എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. നിങ്ങളുടെ അടുത്ത് നല്ല കോച്ചിങ് സെന്റർ ഇല്ല, അല്ലെങ്കിൽ കോച്ചിങ് സെന്റർ ഒരുപാട് ദൂരെയാണ്, അവിടെ പോയി പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, യാത്രാ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ പോയി താമസിച്ച് പഠിക്കുന്നത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബെസ്റ്റ് എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സസ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ കംഫർട്ട് അഥവാ നിങ്ങളുടെ ടൈം ടേബിൾ അനുസരിച്ച് ലൈവ് സെഷൻസ് ആണ് എങ്കിലും റെക്കോർഡഡ് വീഡിയോസും കൂടെ ഉപയോഗപ്പെടുത്തി ആ ലൈവ് സെഷൻസ് പരമാവധി കാണാൻ ശ്രമിക്കുന്നതിന്റെ കൂടെ റെക്കോർഡ് സെഷൻസ് ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിലെ ക്ലാസ്സസ് വാച്ച് ചെയ്യാം. അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിൽ നല്ല മാർക്ക് വാങ്ങിയെടുക്കാം. ഈ കാണുന്ന പ്രോഗ്രാമിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടുന്ന് ലഭിക്കുന്നതാണ്. ഇതിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ ഈ ഇൻഫർമേഷൻ അവരുമായിട്ട് ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.